നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ, കോഴിക്കോട് ബാലുശ്ശേരി കൊയിലാണ്ടി മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം, സുപ്രധാനമായിട്ടുള്ള പാലം, നാട്ടുകാരുടെ ചിരകാല അഭിലാഷം, അത് വെള്ളത്തിലായിരിക്കുകയാണ്. തോരായിക്കടവ് പാലം തകർന്നു വീണിരിക്കുകയാണ്. 24 കോടിയോളം രൂപ ചെലവാക്കിയിട്ടാണ് ഈ ഒരു പാലം 18 മാസം കൊണ്ട് കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ പാലം ഇപ്പൊ 2.5 വർഷമായിട്ടും ഇഴഞ്ഞു നീങ്ങുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു സംഭവം. സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഇതും സിസ്റ്റത്തിന്റെ തകരാറാണോ? അത് നമ്മളെ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് പാലങ്ങളും റോഡുകളും ഇങ്ങനെ നിർമ്മാണത്തിലിരിക്കെ തന്നെ തകർന്നു വീഴുന്ന ഒരു അവസ്ഥയുണ്ട്. കുറെ നാളായിട്ട് ഇപ്പൊ നമ്മൾ തുടർന്ന് ഇതിനു മുമ്പ് എനിക്കൊന്ന് 2 വർഷം മുമ്പ് അന്ന് പുളിമാട് പാലം എന്ന് പറഞ്ഞൊരു പാലം തകർന്നു വീണിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ NH മലപ്പുറത്ത് NH തകർന്നു വീണത്. കൂരിയാട് തകർന്നു വീണത് വലിയൊരു വാർത്തയാണ്. അത് കുറച്ച് നാളായിട്ട് നമ്മുടെ കേരളത്തിലുണ്ട്. അതിന് പ്രധാന കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ കേരളത്തിന്റെ ഒരു പാരിസ്ഥിതിക ഒരു സെറ്റപ്പ് വേറെയാണ്. മറ്റ് സംസ്ഥാനങ്ങൾ പോലെ മറ്റ് രാജ്യങ്ങളെ പോലെ അല്ല, എപ്പോഴും 6 മാസം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഇത് ഇത്തരം നിർമ്മാണ രീതികൾ പണിയുന്നതിന് ചില രീതികളൊക്കെ ഉണ്ട്. അത് അതിൻ്റെതായ രീതിക്ക് പണിതാൽ മാത്രമേ അത് നിലനിന്ന് പോകത്തുള്ളൂ. അപ്പം പ്രശ്നം എന്താ വെച്ചാൽ ഈ സർക്കാർ പ്രധാനമായിട്ടും ചെയ്യുന്നത് കോൺട്രാക്ട് കൊടുക്കുകയാണ്. ഇവര് കോൺട്രാക്ട് കൊടുക്കുമ്പോഴത്തേന് ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ആരാണോ നിർമ്മിച്ച് നൽകുന്നത് അവർക്കാണ് ഈ കോൺട്രാക്ട് കൊടുക്കുന്നത്. അപ്പൊ അവര് ഇതിടും, ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടാണ് ഇവര് ടെൻഡർ വിളിച്ചിട്ടൊക്കെയാണ് അവര് എടുക്കുന്നത്. അപ്പം ഏറ്റവും കുറഞ്ഞ വിലക്ക് ടെൻഡർ വിളിക്കുന്നവർക്കാണ് കൊടുക്കുന്നത്. അപ്പം ഇവരത് നിർമ്മാണം ഏറ്റവും ലഘൂകരിക്കാൻ നോക്കും. കൂടുതലും എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ NH ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും അന്ന് NH ഇടിഞ്ഞു വീഴാൻ ഒരു പ്രധാന കാരണം വയലിലായിരുന്നു. അതെ, അതൊരു തീർച്ചയായിട്ടും ഒരു എഞ്ചിനീയറിംഗിൽ ഉണ്ടായ വലിയൊരു പിഴവായിരുന്നു. കാരണം വെച്ചാൽ അത് നിർമ്മിച്ചവര്, അതായത് സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു ഗ്രൂപ്പാണ് അവർ നിർമ്മിച്ചതും അതിന് പ്ലാൻ വരച്ചതൊക്കെ. അപ്പൊ അവരവിടുത്തെ രീതി വെച്ചിട്ടാണ് അവരിവിടെ കേരളത്തെ അളന്നത്. അപ്പൊ അതിന്റെ ഒരു വലിയൊരു പ്രശ്നമാണ് അന്ന് അവിടെ സംഭവിച്ചത്. അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ തുടർച്ചയായിട്ട് ഇവിടെ ഉണ്ടാകുന്നതിന്റെ പ്രധാന പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇത് തന്നെയാണ്. കാരണം ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ മുൻകാലങ്ങളിൽ, അതായത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊരു ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ ഒരുപാട് കാലതാമസം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പണ്ട് അതായിരുന്നു ഒരു രീതി. ഒരു നിർമ്മാണം തുടങ്ങും, കുറെ കാലം അവിടെ നിർത്തണം, പിന്നെയും നാട്ടുകാരെ പ്രതിഷേധിക്കും, വീണ്ടും തുടങ്ങും, അങ്ങനെ 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 വലിയൊരു നീണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, നീണ്ടുപോകും. ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ ഒരു ചെറിയൊരു ബൈപ്പാസ് പണിയാൻ വേണ്ടി ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരമുള്ള ഒരു ബൈപ്പാസ് പണിയാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 14 വർഷം എടുത്തു. അപ്പം അത്ര നീണ്ട കാലയളവാണ് എടുത്തത്. പക്ഷെ ഇന്ന് കുറച്ച് പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം അവർ ആ കാര്യത്തിലൊക്കെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. മീൻസ് തീർച്ചയായിട്ടും അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ തുടർച്ചയായിട്ട് ഇത്തരം അപകടങ്ങൾ അല്ലെങ്കിൽ തകർന്നു വീഴുന്ന ഒരു സംഭവങ്ങൾ ആവർത്തിക്കുന്നുമുണ്ട്. ഇപ്പൊ ഇതെന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഇപ്പം എന്ത് നിർമ്മിച്ചാലും കേരളത്തിൽ അതിപ്പം റോഡായാലും പാലമായാലും എന്ത് നിർമ്മിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഫ്ലക്സ് വെച്ച് ഇത് ഞങ്ങളുടേതാണ് എന്ന് ആക്കി തീർക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേന് അയ്യോ അത് ഞങ്ങളുടെ അല്ല, അത് അവരുടെയാണ്, അത് അവരാണ് നിർമ്മിച്ചത്, അത് അവരുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഒരുപാട് കൈ ഒഴിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ തകർന്നു വീണ പാലത്തിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? അതൊരു വലിയൊരു ചോദ്യം തന്നെയല്ലേ. അപ്പം NH ഇപ്പൊ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ NH പണിതുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആദ്യം പോലെ പറഞ്ഞ് ഞങ്ങൾ പണിതാണ്, ഞങ്ങൾ കൊണ്ടുവന്നാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് പോസ്റ്റുകളും എല്ലാം ഒരുപാട് നമ്മളിപ്പോ കാണുന്നുണ്ട്. പക്ഷെ പാലങ്ങൾ NH തകർന്നു കഴിഞ്ഞപ്പോഴത്തേനും അയ്യോ ഞങ്ങളല്ല നിർമ്മിക്കുന്നത്, അത് നാഷണൽ ഹൈവേ ആണ്, നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നിർമ്മിക്കുന്നത്, നമ്മളല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കയ്യൊഴിയല്ലായിരുന്നു. അതിന്റെ പേര് കുറെ ട്രോളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായ രീതി തന്നെയാണ് ഇവിടെ ഈ പാലത്തിനും നമുക്ക് ഉന്നയിക്കാനുള്ളത്. മറ്റൊരു എടുത്തു പറയേണ്ട വസ്തുത, അന്ന് പുളിമാട് പാലം നിർമ്മിച്ചിരുന്ന അതേ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് ഈ പാലത്തിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നാ. അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ബാക്കി എല്ലാ ഉദ്യോഗസ്ഥരെയും അവര് അതിൽ നിന്നുള്ള നടപടികൾ സ്വീകരിച്ച്, ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടികൾ സ്വീകരിച്ചെങ്കിലും പക്ഷെ ഇങ്ങനെ ഈ ഒരു വ്യക്തി മാത്രം പ്രൊമോഷനായി ഇപ്പൊ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ട് സെയിം അവസ്ഥയിൽ മറ്റൊരു പാലത്തിന്റെ
ഇപ്പൊ നിർമ്മാണ ഘട്ടത്തിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ തകർന്നു വീണിരിക്കുകയാണ്. അതെ അതെ അപ്പൊ ഇനിയും അടുത്തൊരു പാലത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പ്രൊമോഷൻ ആയിരിക്കും മേ ബി സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് അവസ്ഥയ്ക്ക് ചിലപ്പോൾ പ്രൊമോഷൻ തന്നെ ആയിരിക്കണം. സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇത് ഇപ്പം നിലവിൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം മന്ത്രി, അതായത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആസ് യൂഷ്വൽ സ്വാഭാവികമായിട്ടുള്ള നടപടി. പക്ഷെ റിപ്പോർട്ട് തേടുന്നതിന് അപ്പുറം ഇതിനകത്ത് എന്ത് ചെയ്തു എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ. അപ്പം അതവരൊന്നും ചെയ്യുന്നില്ല എന്നതിന്റെ ഉത്തരമാണ് ഈ പറഞ്ഞ പുള്ളിക്ക് കിട്ടുന്ന ഈ പ്രൊമോഷൻസ്. അതുകൊണ്ട് തന്നെയാണ് ഇതേ ആള് തന്നെ വീണ്ടും പാലങ്ങൾ പണിയുന്നത്. ഇനിയും ഒരുപാട് പാലങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു, വലിയ വലിയ പാലങ്ങൾ. അതായത് നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരുപാട് പാലങ്ങളോട് പണിതുകൊണ്ടിരിക്കും. ഇതിന്റെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മളൊക്കെ തന്നെയാണ് അതുവഴി പോകേണ്ടി വരുന്നത്. ഇതിപ്പോ നിർമ്മാണ ഘട്ടത്തിലായതുകൊണ്ടാണ് വലിയൊരു അപകടം. സൂപ്പർവൈസർക്ക് പരിക്ക്, അതെ, രണ്ടുപേർക്കും ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ അത് പാലം കൺസ്ട്രക്ട് ചെയ്ത് ഉദ്ഘാടനത്തിന് ശേഷമാണെങ്കിലുള്ള അവസ്ഥ അതെ അതെ വലിയൊരു ദുരന്തത്തിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിനകത്ത് വെറുതെ റിപ്പോർട്ട് തേടി അല്ലെങ്കിൽ റിപ്പോർട്ട് ചോദിച്ചു അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ റിപ്പോർട്ടിൽ മാത്രം ഒതുങ്ങരുത്. അതെ, വളരെ ശക്തമായിട്ടുള്ള നടപടികൾ തന്നെ ഉണ്ടാവാൻ പറ്റില്ലല്ലോ. കാരണം നമ്മുടെ ഈ പറഞ്ഞ ഹൈവേയുടെ കാര്യം തന്നെ അറിയാലോ. അപ്പം അന്ന് എനിക്കൊന്ന് ആ മലപ്പുറത്തുള്ള ഏതൊരു യൂട്യൂബർ, അതായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബർ ഉണ്ട്. പുള്ളി അന്നേ പറഞ്ഞു ഇത് നിൽക്കില്ല, ഇത് തകർന്ന് വീഴുമെന്ന് പുള്ളി പറഞ്ഞു തീർന്ന മാസങ്ങൾക്ക് കഴിഞ്ഞപ്പോ തന്നെ ഇത് തകർന്ന് വീഴുകയും ചെയ്തു. അത് അതിനകത്ത് അടിയിലത്തെ ആ ഒരു സോയിലിന്റെ ആ ഒരു ടെസ്റ്റുകളുണ്ട്. അത് അറ്റ്ലീസ്റ്റ് അവിടുത്തെ ആ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യം ഇത്രയും വിവരമുള്ള ഇതിന്റെ എഞ്ചിനീയർമാർക്ക് ശാസ്ത്രീയമായിട്ട് പഠിച്ചവർക്ക് പോലും മനസ്സിലാവുന്നില്ല. അപ്പൊ അതൊരു വീഴ്ച തന്നെയാണ്. അപ്പം സർക്കാർ തന്നെ അതിന് മുൻകൈ എടുക്കാൻ പറ്റുള്ളൂ. സർക്കാരില്ലാതെ വേറെ ആർക്കും അതിനകത്തൊന്നും ചെയ്യാനില്ല. ഇപ്പം എഞ്ചിനീയർമാർക്ക് പല ന്യായങ്ങളും പറയാം. ഇന്ന പോലെ സംഭവിച്ചു, ഇന്നുകൊണ്ട് പറ്റുന്ന, അവർക്ക് വേണേ സയന്റിഫിക് ആയിട്ട് തന്നെ അവർക്ക് ന്യായങ്ങൾ നിരത്താം. പക്ഷെ സർക്കാർ അത് ചിന്തിക്കണം. കാരണം ഇവരെ കൊണ്ട് ഇനി ചെയ്യിക്കണോ, ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് വേണ്ടതെന്നതിനെ കുറിച്ച് സർക്കാർ തന്നെ അതിനകത്ത് ചിന്തിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും മന്ത്രിയുടെ ഭാഗത്തും വലിയൊരു വീഴ്ച തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമതും ആ സെയിം വ്യക്തികൾ അവിടെ വരില്ലല്ലോ, കൺസ്ട്രക്ഷൻ കമ്പനി വരില്ലല്ലോ. വരില്ല. അപ്പൊ അത് തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ളത്.